നമസ്കാരം. ഇന്ന് ഡേറ്റ് 7/7/2020. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ലേണേഴ്സ് ഓൺലൈനായിട്ടുള്ള ടെസ്റ്റ് ഇന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ എല്ലാവരും വളരെ അധികം പരിഭ്രാന്തിയിലാണ്. നിങ്ങൾ എല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഡേറ്റ് എടുത്ത ആൾക്കാരും നാളെ ഡേറ്റ് എടുത്ത ആൾക്കാരും പിന്നെ കുറച്ച് മറ്റന്നാൾ എടുത്ത ആൾക്കാർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിൽ വലിയൊരു സംശയത്തിന്റെ നിഴലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് എനിക്ക് അറിയുന്ന ചില അറിവുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 7-ാം തീയതി 9 to 10, 10 to 11 അല്ലെങ്കിൽ 10:30 to 11, 7:30 to 8 എന്നുള്ള ഏത് സമയമാണ് നിങ്ങൾക്ക് ലഭിച്ചതാണെങ്കിലും അത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റ് നടക്കുന്ന സമയം രാത്രി ആയിരിക്കും. അതിൽ ചില ആൾക്കാർക്ക് AM എന്നിട്ടുണ്ട്, ചില ആൾക്കാർക്ക് AM PM ഒന്നുമില്ല, ആ സമയം മാത്രം 9 to 9:30 അല്ലെങ്കിൽ 9:30 to 10 എന്നുള്ള ഒരു ടൈം ആയിരിക്കും നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത് ഈ ഒരു ദിവസം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവരെ സ്ക്രൂട്ടനിങ് നടക്കും. നിങ്ങൾ അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് സ്ക്രൂട്ടനിങ് ആണ്. സ്ക്രൂട്ടനിങ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വിദഗ്ധമായിട്ടുള്ള നിങ്ങളുടെ ഫയലുകളുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശോധനയ്ക്ക് അത് പോയിരിക്കുകയാണ് എന്നുള്ളത്. ആ സ്ക്രൂട്ടനിങ് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് അതിനുള്ള പാസ്വേഡ് കിട്ടുന്നത്. നിങ്ങൾക്ക് പാസ്വേഡ് ലഭിക്കുന്നത് 6 മണിക്ക് ശേഷമായിരിക്കും. വൈകുന്നേരം 6 മണിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടുക. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൊടുത്ത അപേക്ഷ എല്ലാം ക്ലിയർ ആണെങ്കിലേ 6 മണിക്ക് ശേഷം പാസ്വേഡ് വരും. ഇനി നിങ്ങളുടെ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡേറ്റ് ആണോ അപേക്ഷിച്ചിരിക്കുന്നത് ആ ഡേറ്റിന്റെ 4 മണിക്കുള്ളിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ മൊബൈലിൽ വരും. അങ്ങനെ ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും വരിക. അതിനെ തിരുത്തി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 6 മണിക്കുള്ളിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും 6 മണിക്ക് ശേഷം 7 മണിക്കുള്ളിൽ പാസ്വേഡ് ലഭിക്കുന്നതായിരിക്കും. അത് ക്ലിയർ ആയെങ്കിൽ പാസ്വേഡ് ലഭിക്കുന്നതായിരിക്കും. ആ പാസ്വേഡ് ലഭിച്ചു കഴിഞ്ഞാൽ ആ പാസ്വേഡ് എൻട്രി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റിന് കയറാം. അപ്പൊ ഇനി അടുത്തത് ഈ ടെസ്റ്റിന് കയറുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു സംശയം. പരിവാഹൻ.gov.in എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ സാരഥി എന്നുള്ള ഇതിൽ ചെന്ന് സാരഥിയിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഓപ്ഷനിൽ പോയി ഡ്രൈവിംഗ് ലൈസൻസിൽ LL ടെസ്റ്റിൽ പോയി LL ടെസ്റ്റ് നിന്ന് LL ഓൺലൈൻ എന്നുള്ളതിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനോടുകൂടി വരിവരിയായിട്ട് വരും. അപ്പോൾ ഈ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. അതിൽ 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റായി എഴുതിയാൽ എപ്പോൾ നിങ്ങൾ 30 മാർക്ക് സ്കോർ ചെയ്യണം ആ സമയത്ത് നിങ്ങളുടെ ടെസ്റ്റ് കഴിയുന്നതായിരിക്കും. നിങ്ങൾ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. അതിന്റെ ലേണേഴ്സ് പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ രീതിയിൽ തന്നെ പോയിട്ട് എടുക്കാവുന്നതാണ്. അതായത് പരിവാഹൻ.gov.in എന്നുള്ളത് അടിച്ച് പിന്നെ സാരഥിന്റെ ഓപ്ഷനിൽ പോയി ഇതിന്റെ ഇടയിൽ കേരളം സെലക്ട് ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ കേരളം പറയാൻ വിട്ടുപോയി. കേരളം സെലക്ട് ചെയ്ത് പിന്നെ ലേണേഴ്സ് ലൈസൻസ് പോയിട്ട് അതിന് ലേണേഴ്സ് ലൈസൻസ് പ്രിന്റ് ഔട്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് ഔട്ടിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ചോദിക്കും നിങ്ങൾക്ക് അതിനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് അതിന് പ്രിന്റ് ഔട്ട് എടുക്കാം. അതുമാത്രമല്ല ആ പ്രിന്റ് നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിച്ചു വെക്കാനും പറ്റും. ടെസ്റ്റ് തുടങ്ങുന്നതിന്റെ മുൻപ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫുൾ ചാർജിലായിരിക്കണം. 2, വീട്ടിനകത്ത് എവിടെയാണോ റേഞ്ച് മാക്സിമം കിട്ടുന്നത് ആ ഭാഗത്തായിരിക്കണം പരീക്ഷ എഴുതാനിരിക്കേണ്ടത്. 3, ഇൻകമിംഗ് കോള് ബ്ലോക്ക് ചെയ്ത് വെക്കണം. നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾക്കറിയാം, നമ്മളൊരു ഡാറ്റ ഓൺ ചെയ്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു കഴിഞ്ഞാൽ ഡാറ്റ കട്ടാവും. ഡാറ്റ കട്ടായാൽ നിങ്ങളുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഡാറ്റ കട്ടായി കഴിഞ്ഞാൽ പരീക്ഷ കട്ടാവാനും നിങ്ങൾ ആ പരീക്ഷയിൽ നിന്ന് പുറത്താവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്തെങ്കിലും മാൽഫങ്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ബാറ്ററി ഫുള്ളായിരിക്കണം. 2, നല്ല റേഞ്ചുള്ള ഇടമാണ് ഇരിക്കാൻ. 3,
ഇൻകമിങ് കാള് ബ്ലോക്ക് ആക്കിയിരിക്കണം. ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അത് ഓൺ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഒരു അറിവിലേക്ക് നയിച്ചു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു, നല്ലൊരു കാര്യമാണ് സാർ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, കാരണം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇന്ന് ടെൻഷനായിട്ട്, നിങ്ങൾക്കറിയാം ഇന്ന് എത്ര പേര് എന്നെ വിളിച്ചു എന്നുള്ളത്. അപ്പോൾ അതും കൂടുതലും വിളിച്ചിരിക്കുന്നത് ഇന്ന് ടെസ്റ്റിനുള്ള ആൾക്കാർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു സമാധാനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇനി ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കാം എത്രത്തോളം അതിന് റിസൾട്ട് വരുന്നുണ്ട്. ഇനി അതിലെന്തെങ്കിലും പിഴവുകളോ, ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ പിഴവുകളോ ഉണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനു മുൻപ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ബെല്ലൈക്കണും അമർത്താൻ മറക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. Goodbye.